തമ്പി സാറേ. ഹലോ, വരൂ, ഇരിക്കും. രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചോ? ആ, കഴിച്ചു. ഓ, അധികം ഒന്നും കഴിക്കാൻ പറ്റില്ല, എല്ലാവിധ അസുഖങ്ങളുണ്ടല്ലോ. ഭക്ഷണം ഇവിടെ ഉണ്ടാക്കുകയാണോ അതോ? അതെ, വീട്ടുപണിക്ക് ഒരാള് വരും. ഭക്ഷണം ഉണ്ടാക്കാനും വീട് വൃത്തിയാക്കാനും ഒരാളെ വരും. മക്കളൊക്കെ എവിടെയാണ്? മൂത്തയാള് പോയില്ല, രണ്ടാമത്തെ ആള് UK-യിൽ. രണ്ടുപേരും ഭാര്യയില്ലാണ്ട് മക്കളുമായി അവിടെ തന്നെയാണ്. മൂത്തയാൾ കഴിഞ്ഞ വർഷം ഓണത്തിന് വന്നുപോയി. രണ്ടാമത്തെ ആൾ വന്നിട്ടിപ്പോ 2 വർഷമായി. മൂന്നാമത് ഒരു പെൺകുട്ടിയായിരുന്നു, പക്ഷേ മരിച്ചുപോയി ഒരു കാർ ആക്സിഡന്റ്. മക്കൾ വിളിക്കാറുണ്ടോ? ഉണ്ട്, എന്നും വിളിക്കാറുണ്ട്. പിന്നെ ഇവിടെ CCTV ക്യാമറ ഉള്ളതുകൊണ്ട് അവർക്ക് അവിടെ ഇരുന്ന് എല്ലാം കാണാം അല്ലേ? അതെ അതെ, കാണാം. ഇവിടെ അയൽപക്കം കുറച്ച് അകലെയല്ലേ? ഒറ്റപ്പെട്ട വീട്, ക്രിമിനൽസ് കൂടുതലുള്ള ഏരിയയാണ്. രാത്രി കിടക്കാൻ പേടിയാവില്ലേ? ഓ, എന്നും രാത്രി പേടിച്ചിട്ടാണ് കിടക്കുന്നത്. ആകെ ഒരാശ്വാസം, രാത്രി കിടക്കാൻ ഒരു പെൺകുട്ടി വരും. വൈകുന്നേരം വന്ന് രാവിലെ തിരിച്ചു പോകും. മാസം 15,000 രൂപയാണ് അവൾ കൊടുക്കുന്നത്. അവൾ ഉള്ളതുകൊണ്ടാണ് കുറച്ച് ധൈര്യം. ഇതാണ് മിക്ക ഇടങ്ങളിലും അവസ്ഥ. പല വീടുകളിലും പ്രായമുള്ളവർ മാത്രമാണ് താമസിക്കുന്നത്. രാത്രി കൂട്ടിന് ആളെത്തും. CCTV ക്യാമറ വഴി മക്കളെല്ലാം നിരീക്ഷിക്കും. പഠിപ്പും ജോലിയുമായി നാട് വിടുന്ന മലയാളികൾ പ്രായം കൂടിയവരിൽ അധികവും UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ എന്നിവിടങ്ങളിലാണ്. യുവത്വം കാനഡ, UK, ഓസ്ട്രേലിയ, അയർലൻഡ് എന്നിവിടങ്ങളിലേക്കാണ് ചേക്കേറിയിട്ടുള്ളത്. വർഷത്തിലൊരിക്കൽ വിദേശത്ത് നിന്ന് മക്കളും മരുമക്കളും ചെറുമക്കളും എത്തും. പത്തനംതിട്ട ജില്ലയിൽ മാത്രം താമസിക്കാൻ ആളില്ലാതെ താഴുവീണ വീടുകളുടെ എണ്ണം 61,000ആണ്. കേരളത്തിൽ 15 ലക്ഷത്തോളം വീടുകളാണ് താമസിക്കാൻ ആളില്ലാതെ അടഞ്ഞു കിടക്കുന്നത്. കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഒരു പ്രേതാലയമാണെന്ന് തിരുത്തി പറയേണ്ട നാൾ അധികം വിദൂരമല്ല. സന്തോഷ് തിരുവല്ലയ്ക്കൊപ്പം സജിലാൽ മാരാമൺ, കേരളഭൂമി ന്യൂസ്, പത്തനംതിട്ട. എന്തു വേഗമാണ് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത്. നിങ്ങൾ വന്നിട്ട് 1 മാസം കഴിഞ്ഞു. നാളെ തിരിച്ചു പോകും. ഞങ്ങൾ രണ്ടുപേരും വീണ്ടും തനിച്ച്. അതെ അച്ഛാ, നാളെ ഈവനിങ് ആണ് ഫ്ലൈറ്റ്. ഇനി അടുത്ത വർഷമേ വരാൻ പറ്റൂ. ലീവ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നാൾ കൂടി നിൽക്കാമായിരുന്നു. കുട്ടികളെ വിചരിക്കുന്നതാണ് ഒരു വിഷമം. രാഹുലും മക്കളും ഈ വർഷം വന്നതുമില്ല. എല്ലാറ്റിനും ഒരു യോഗം വേണം. അച്ഛമ്മയെയും അച്ഛനെയും തനിച്ചാക്കി ഞങ്ങൾ കുവൈറ്റിലേക്ക് വരുന്നില്ല. എന്താ രസായി ഇവിടെ. ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരാനും താരാട്ട് പാടിയൊരുക്കാനും അച്ഛമ്മ തന്നെ വേണം. ഞങ്ങളില്ല കുവൈറ്റിലോട്ട്. കുട്ടികൾ പോയി കിടന്നുറങ്ങ്, നാളെ പോകാനുള്ളതാ. വേഗം പോയി കിടക്ക് രണ്ടും. വാ മക്കളെ, നമുക്ക് കിടക്കാം. രാജീവേ, നിങ്ങൾക്ക് നാട്ടിൽ സെറ്റിൽ ചെയ്തുകൂടെ? കുറെ വർഷമായില്ലേ കുവൈറ്റിൽ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അച്ഛൻ, വേറെ ഓപ്ഷൻ ഇല്ല. ജോലി, ശമ്പളം, കുട്ടികളുടെ ഹയർ സ്റ്റഡീസ്. അവരുടെ സ്കൂൾ പഠനം കഴിഞ്ഞ് ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോട്ട് പഠിപ്പിക്കട്ടെ. ഇവിടെ നിന്നാൽ ഒന്നും നടക്കില്ല. കുവൈറ്റിൽ ജീവിതം കുറച്ചുകൂടി സേഫാണ് അച്ഛൻ. പിന്നെ നല്ല ശമ്പളം. നാട്ടിൽ നിന്നാൽ എന്ത് കിട്ടാനാണ്? ഞാൻ നിങ്ങളെ തടയുന്നില്ല, എല്ലാം നിങ്ങളുടെ ഇഷ്ടം.
രാഹുലും മായയും UK നിന്ന് വരാത്തതും അതുകൊണ്ടാണല്ലോ. വീട്ടു ജോലിക്കായി ഒരാളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുഡ് ഉണ്ടാക്കാനും ക്ലീൻ ചെയ്യാനും ബാക്കിയെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി. പിന്നെ നാളെ മുതൽ രാത്രി കിടക്കാൻ ഒരു പെൺകുട്ടി വരും. വളരെ ബുദ്ധിമുട്ടിയാണ് ഒരാളെ കിട്ടിയത്. മാസം 15,000 കൊടുത്താലെന്താ? രാത്രി കൂട്ടിനൊരാളായല്ലോ, ഒരു ധൈര്യത്തിന്. പിന്നെ CCTV ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ. എപ്പോ വേണമെങ്കിലും ഞങ്ങൾക്ക് അച്ഛനെയും അമ്മയും കാണാമല്ലോ. ഗുഡ് നൈറ്റ് അച്ഛാ. പാക്കിംഗ് ഇനിയും കഴിഞ്ഞിട്ടില്ല. കുട്ടികൾ പോയിട്ട് 1 വർഷമായെങ്കിലും ഇന്നലെ അങ്ങോട്ട് പോയ പോലെ അല്ലേ? ശരിയാ, ചാന്ദിനി ഉള്ളതുകൊണ്ട് മക്കൾ ഇവിടെ ഇല്ലാത്ത ദുഃഖം നമ്മൾ അറിയുന്നേയില്ല. അല്ല, ചാന്ദിനി വന്നില്ലല്ലോ. ഈ പെണ്ണ എവിടെ പോയി കിടക്കുക? സമയം സന്ധ്യ കഴിഞ്ഞല്ലോ. വരുന്നുണ്ട്. ഹായ് രാഹുൽ. ഹായ് ഡാഡ്, ഹൗ ആർ യു? ഹാഡ് ഫുഡ്? മെഡിസിൻ സമയത്ത് കഴിക്കുന്നില്ലേ? കഴിക്കാൻ പോകുന്നു. നീ ഓഫീസിലാണോ? യെസ് ഡാഡ്. മമ്മി എവിടെ? ഹായ് മോനെ, സുഖല്ലേ? മായയ്ക്കും കുട്ടികൾക്കും സുഖം തന്നെയല്ലേ? യെസ് മമ്മി, യു സൗണ്ട് ഹാപ്പിയർ ദീസ് ഡേയ്സ്. അതെ മോനെ, സ്നേഹമുള്ള ഒരാളുടെ സാന്നിധ്യം വീടിനെ ജീവിപ്പിക്കും. ചാന്ദിമോൾ ഉള്ളതുകൊണ്ട് നല്ല സന്തോഷമാണ്. ഹായ് ചാന്ദിനി, ഹൗ ആർ യു? I'm fine. How about you? Me too, fine. Take care of my parents. Sure, it's my duty. Thank you Chandini. Bye. Bye mommy. Bye dad. മോളെ, രാത്രി ഒറ്റയ്ക്ക് വരാൻ നമുക്ക് പേടിയില്ലേ? രാത്രിയുടെ ഇരുട്ട് എനിക്ക് പരിചിതമാണ്. അത് ഞാൻ പേടിക്കേണ്ടതില്ല, മറ്റുള്ളവരാണ് പേടിക്കേണ്ടത്. ചാന്ദിനിക്ക് പകൽ നീ ഇവിടെ നിന്നോട്. രാത്രിയാണ് എനിക്കിഷ്ടം. നിങ്ങളുടെ സംരക്ഷണമാണ് എന്റെ ലക്ഷ്യം. മോളുള്ളപ്പോൾ ഒരു ധൈര്യം. ഞങ്ങളുടെ മരിച്ചുപോയ മോളെ പോലെയാണ് ചാന്ദിനി. മോളെ പോലെയല്ല അമ്മേ, മോള് തന്നെയാണ്. എന്നും ചോദിക്കുന്ന എന്നാലും ചാന്ദിനിയുടെ വീട് എവിടെയാ? വീട്ടുകാരൊക്കെ ഞാൻ എവിടെ പോകുന്നുവോ അതാണ് എന്റെ വീട്. ഇപ്പോൾ ഇതാണ് എന്റെ വീട്. നിങ്ങൾ എന്റെ അച്ഛനും അമ്മയും. മനുഷ്യനെ കൊല്ലുന്ന കത്തിയ എന്നിട്ടാ പട്ടി. ഇവിടെ വയസ്സായ 2 പേർ മാത്രമേ ഉള്ളൂ. മക്കൾ 2 പേരും പുറത്താ. പൂത്ത കാശുണ്ടോ, സ്വർണം. ഇവിടെ രാത്രി ഒരു പെണ്ണ് കറങ്ങി നടക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഓടാ, അതൊക്കെ ഭ്രാന്തൻ കഥകൾ. ഒരു പെണ്ണ് രാത്രി കിടക്കാൻ വരുന്നുണ്ട്, അവളായിരിക്കും. അവരെങ്ങാനും ഉണർന്നാലോ? 2നെയും തട്ടിക്കളഞ്ഞ് ആ പെണ്ണിനെ ബോധം കെട്ടി തട്ടിക്കൊണ്ടുപോയി വല്ല ഓർഗൻ മാഫിയയ്ക്ക് വിൽക്കാം. നല്ല കാശ് കിട്ടും. നീ വേഗം വാ. നാശം, കരണ്ട് പോയല്ലോ. നിങ്ങളെ കാത്തിരിക്കുകയാണ് ഞാൻ. ആരാ? ഈ വീടിന്റെ രക്ഷക. ഇവിടെയുള്ളത് എന്റെ അച്ഛനും അമ്മയുമാണ്. ആരാ നീ? ഞാൻ ദുഷ്ടർക്ക് യക്ഷി,
നല്ലവരുടെ ദേവത, ഈ വീടിന്റെ മകൾ, ഈ വീടിന്റെ ശ്വാസം, ഈ അച്ഛന്റെയും അമ്മയുടെയും നിദ്രയുടെ കാവൽക്കാർ. അപ്പോ നീ മനുഷ്യ സ്ത്രീ അല്ലേ? മനുഷ്യർ ദൈവങ്ങളെ മറന്നപ്പോൾ ദൈവം ആത്മാവായി തിരിച്ചു വന്നു. ദുഷ്ടന്മാർ ശിക്ഷിക്കപ്പെടണം. അപ്പോ നീ നീലി, കള്ളിയക്കാട്ടിലെ നീലി. നിങ്ങളിവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? അതെ, രാത്രി ഈ പെൺകുട്ടി കിടക്കാൻ വരും. ഇവിടുത്തെ CCTV ക്യാമറ വർക്ക് ചെയ്യുന്നില്ല? നോ സർ, 2 ദിവസമായി റിപ്പയർ ആണ്. നിങ്ങളാരാണ്? എന്ത് ചെയ്യുന്നു? ഞാൻ രാജീവ്, മൂത്ത മകനാണ്. ഫാമിലിയായി കുവൈറ്റിലാണ്. ഇന്നലെ വന്നതേ ഉള്ളൂ. അപ്പോ നിങ്ങൾ? ഞാൻ രാഹുൽ, സെക്കൻഡ് സൺ. UK-ലാണ്. ഇന്നലെ വന്നു. 2 മിസ്സിംഗ് കംപ്ലൈന്റ്സ് കിട്ടിയിട്ടുണ്ട്. 2 ദിവസമായി 2 പേരെ കാണാനില്ല. ബോത്ത് ആർ ക്രിമിനൽസ്. അവരുടെ മൊബൈൽ നമ്പർ ട്രേസ് ചെയ്തപ്പോൾ ഈ ഭാഗത്താണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? ഇല്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല. വാട്ട് ഈസ് യുവർ നെയിം? ചാന്ദിനി. നൈസ് നെയിം. എന്തെങ്കിലും ന്യൂസ് കിട്ടിയാൽ എന്നെ അറിയിക്കണം. ഓക്കെ? രണ്ട് ദിവസം മുമ്പ് ഇവിടെ നടന്ന സംഭവം കേട്ടിട്ട് കൈയും കാലും വിളച്ചിട്ട് പേടിയാവും. പേടിക്കണ്ട, ആ 2 ബോഡികളും ഞാൻ ഡിസ്പോസ് ചെയ്തു. ബോഡി കിട്ടാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. Thank you, Chandni, for saving our parents from that criminals. അച്ഛാ, ഇനി ഞങ്ങൾ തിരിച്ചു പോകുന്നില്ല. ഞാനും രാഹുലും നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചു. മിനിയും കുട്ടികളും അവിടെ എല്ലാം സെറ്റിൽ ചെയ്ത് അടുത്ത മാസം എത്തും. Daddy, Mommy, we are sorry. We left you alone. മായും കുട്ടികളും ഉടനെ വരും. ഇനി നമ്മൾ എല്ലാവരും ഒരുമിച്ച്. അച്ഛനും അമ്മയ്ക്കും ഇനി ഭയക്കാതെ ഉറങ്ങാം. നിങ്ങളുടെ 2 മക്കളും തിരിച്ചു വന്നിരിക്കുന്നു. ഇനി എനിക്ക് പോകാം സമാധാനമായി. ഓളെ, നീ പോവരുത്. നീ ഇല്ലാതെ ഈ വീടിന് ഒരു ഐശ്വര്യമില്ല. ഇല്ല അമ്മേ, എനിക്ക് പോകണം. ഇനി എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. പക്ഷേ എന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും. കാറ്റിന്റെ ശബ്ദത്തിലും രാത്രിയുടെ വെളിച്ചത്തിലും. ചാന്ദിനി, നീ ആരാണ്? മനുഷ്യനോ അതോ ദൈവമോ? മനുഷ്യനും ദൈവത്തിനും ഇടയിലുള്ള സത്യം. മാതാപിതാക്കളുടെ സ്നേഹം ദൈവത്തിന്റെ രൂപമാണ്. അവർക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. നാം എത്ര ഉയരങ്ങൾ കയറിയാലും അവരുടെ കൈകളുടെ തണലാണ് നമ്മുടെ യഥാർത്ഥ സ്വർഗം. അവരെ സ്നേഹിക്കുക, ആദരിക്കുക, ഒറ്റപ്പെടുത്താതിരിക്കുക. കാരണം അവർ ഇല്ലാതാകുമ്പോൾ നാം വളർന്ന ലോകം തന്നെ അർത്ഥശൂന്യമാകും.